ഇന്ന് മാതാ അമൃതാനന്ദമയിയുടെ സപ്തതി ആഘോഷമാണ്. അമൃതപുരിയിലെ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലെ പ്രത്യേക വേദിയിലാണ് അമൃതവർഷം 70 എന്ന പേരിൽ ജന്മദിനാഘോഷ പരിപാടികൾ നടക്കുന്നത്. 193 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ആഘോഷത്തിൽ പങ്കാളികളാവുക. വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ജീവകാരുണ്യ പദ്ധതികൾക്കും പുതിയ സേവന പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. ആരോഗ്യരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 300 പേർക്ക് സൗജന്യ ചികിത്സ നൽകും. വൃക്ക, മജ്ജ, കരൾ, കാൽമുട്ട എന്നിവ മാറ്റിവെക്കലിനും ക്യാൻസർ രോഗികൾക്കും ഈ പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കും. കൂടാതെ 108 പേരുടെ സമൂഹ വിവാഹവും നടത്തുന്നതാണ്. 4 ലക്ഷം പേർക്ക് വസ്ത്രങ്ങൾ നൽകും. മഠം ദത്തെടുത്ത 108 ഗ്രാമങ്ങളിലെ 5000 സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലന സർട്ടിഫിക്കറ്റും കൈമാറും. കോവിഡ് മൂലം കഴിഞ്ഞ 3 വർഷവും വിപുലമായ ആഘോഷം ഒഴിവാക്കി പ്രാർത്ഥനാ യജ്ഞമായാണ് നടത്തിയിരുന്നതെങ്കിലും ഇക്കുറി വിദേശത്ത് നിന്നടക്കം ഏകദേശം 2 ലക്ഷം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അറിയിച്ചിരിക്കുന്നത്. അമ്മയുടെ ജന്മദിനമായ സെപ്റ്റംബർ 27-നാണ് എല്ലാ വർഷവും ജന്മദിനാഘോഷമെങ്കിലും ഇക്കുറി ജന്മനക്ഷത്രമായ കാർത്തിക നാളിലാണ് അമ്മയുടെ സപ്തതി ആഘോഷിക്കുന്നത്. ഇന്ന് രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം സത്സംഗവും സംഗീത സംവിധായകൻ രാഹുൽ രാജൻ സംഘവും അവതരിപ്പിക്കുന്ന നാദാമൃതവും ശേഷം ഗുരുപാദ പൂജയും നടത്തി. പിന്നീട് അമൃതാനന്ദമയി ജന്മദിന സന്ദേശം നൽകി. ബോസ്റ്റൺ ഗ്ലോബൽ ഫോറത്തിന്റെ ലോക സമാധാന പുരസ്കാരം ഇന്ന് അമൃതാനന്ദമയിക്ക് സമ്മാനിക്കും. കഴിഞ്ഞ ദിവസം നടന്ന അമ്മയുടെ സപ്തതി ആഘോഷത്തിൽ പ്രഭാഷണങ്ങൾ, മാതാ അമൃതാനന്ദമയിയുടെ നേതൃത്വത്തിൽ ധ്യാനം, വിശ്വശാന്തി പ്രാർത്ഥനകൾ എന്നിവ നടന്നിരുന്നു. എന്തായാലും ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് മാതാ അമൃതാനന്ദമയിയുടെ ആഘോഷ പരിപാടികൾ നടക്കുന്നത്.